നമസ്കാരം. മികച്ച പാർലമെന്റേറിയനാവുക എളുപ്പമല്ല. നല്ല ഗൃഹപാഠവും ഏകോപന മികവും കാര്യക്ഷമതയും വേണം. താൻ ഒരു മികച്ച പാർലമെന്റേറിയൻ ആകുമെന്ന ഉറച്ച മനസ്സോടെയാണ് വടകര MP ഷാഫി പറമ്പിൽ ഡൽഹിക്ക് വണ്ട് കയറിയത്. ആദ്യമായി MP ആയ ഷാഫി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്വകാര്യ ബിൽ അവതരിപ്പിച്ച് സ്പീക്കർ ഓം ബിർളയുടെ അഭിനന്ദനവും നേടി. തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം 400 രൂപയാക്കണമെന്നും 1 വർഷം ചുരുങ്ങിയത് 180 ദിവസം ജോലി നൽകണമെന്നും ഭേദഗതി ചെയ്യുന്ന സ്വകാര്യ ബില്ലാണ് സഭയുടെ പരിഗണനയ്ക്ക് വെച്ചത്. എല്ലാ MP-മാരും ഇത് മാതൃകയാക്കണമെന്ന് സന്തോഷത്തോടെ സ്പീക്കർ സഭയോട് പറഞ്ഞു. ചില MP-മാർ എത്ര പ്രേരിപ്പിച്ചാലും വാ പോലും തുറക്കാത്ത പശ്ചാത്തലത്തിലാണ് സ്പീക്കർ ഷാഫിയെ അഭിനന്ദിച്ചത്. കഴിഞ്ഞ ലോക്സഭയിൽ ഒരു വട്ടം പോലും സഭയിൽ ശബ്ദം ഉയർത്താത്ത MP-മാരുടെ പട്ടിക പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം അവധിക്കാലത്ത് ഉയർന്ന നിരക്ക് ഈടാക്കി പ്രവാസികളെ വിമാന കമ്പനികൾ കൊള്ളയടിക്കുന്നതിനെ ആടുജീവിതം സിനിമയടക്കം പരാമർശിച്ച് ഷാഫി പറമ്പിൽ അവതരിപ്പിച്ചിരുന്നു. തന്റെ ആദ്യ സ്വകാര്യ പ്രമേയത്തിലാണ് ഷാഫി പ്രവാസി കാലങ്ങളായി കൊള്ളയടിക്കപ്പെടുന്നത് ചൂണ്ടിക്കാട്ടിയത്. പ്രസംഗത്തിനിടയിൽ ഇടപെട്ട സ്പീക്കർ ഓം ബിർള ഇക്കാര്യത്തിൽ വ്യോമയാന മന്ത്രി നടപടിയെടുക്കണമെന്നും വിമാന കമ്പനികളോടെല്ലാം സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ചോദ്യോത്തരവേളയിലും ഷാഫി പറമ്പിലും KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ഇതു സംബന്ധിച്ച ചോദ്യം ഉന്നയിച്ചിരുന്നു. വിമാന നിരക്ക് നിശ്ചയിക്കുന്നത് കമ്പോളവും ആവശ്യങ്ങളും അടിസ്ഥാനമാക്കിയാണെന്നും നിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കുമെന്നും ഉന്നതതല സമിതിയെ നിയോഗിക്കുമെന്നും വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു മറുപടി നൽകി. കമ്പോളവും ആവശ്യവുമെന്ന മന്ത്രിയുടെ പ്രസ്താവനയെ ഉദാഹരണ സഹിതം ഷാഫി ഖണ്ഡിച്ചു. അവധിക്കാലത്ത് നാട്ടിൽ വരേണ്ട പ്രവാസികളെ വിമാന കമ്പനികൾ ഒന്നിച്ച് മനഃപൂർവ്വം ചൂഷണം ചെയ്യുകയാണെന്ന് ഷാഫി പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ജൂലൈ 27-ന് വിമാന നിരക്ക് എയർ ഇന്ത്യക്ക് 19,062 രൂപയാണ്. 3 സീറ്റ് മാത്രമാണ് ബാക്കി. അതേ വിമാനത്തിന് ഓഗസ്റ്റ് 31-ന് 77,573 ആണ്. അന്ന് 9 സീറ്റാണ് ബാക്കി. 3 സീറ്റ് ബാക്കിയുള്ളപ്പോൾ 19,062 രൂപയും 9 സീറ്റ് ബാക്കിയുള്ളപ്പോൾ 77,573 രൂപയും എന്നത് എന്ത് കമ്പോളവും ആവശ്യവുമാണ്. പ്രവാസികൾക്ക് എങ്ങനെയാണ് അവധിക്ക് വീട്ടിൽ വരാൻ കഴിയുക, തിരിച്ചു പോകാൻ സാധിക്കുക? ഭൂരിഭാഗം കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന സാധാരണക്കാരാണ്. വർഷത്തിൽ ടിക്കറ്റ് ലഭിക്കാത്ത, ഭക്ഷണമോ താമസ സ്ഥലമോ ഇല്ലാത്തവരാണ് പലരും. അച്ഛനമ്മമാരുടെ ചികിത്സയ്ക്കും കുട്ടികളുടെ പഠിപ്പിനുമായി ദുരിതം അനുഭവിക്കുന്നു. പൃഥ്വിരാജ് അഭിനയിച്ച ആടുജീവിതം എന്ന സിനിമയുണ്ട്. മരുഭൂമിയിൽ വർഷങ്ങളോളം ആടുമേയ്ക്കേണ്ടി വന്നയാളുടെ ജീവിതകഥ. അങ്ങനെ എത്രയോ പേർ സമാന ജീവിതം നയിക്കുന്നു. 4 അംഗ കുടുംബത്തിന് വർഷത്തിലൊരിക്കൽ നാട്ടിലേക്ക് വരാൻ മാത്രം 3 ലക്ഷം രൂപ വേണം. എല്ലാ ചെലവുകളും കഴിച്ച് അവർ ബാക്കി വെക്കുന്ന തുക ടിക്കറ്റ് വാങ്ങാൻ പോലും തികയുമോ? വർഷം 1.1 ലക്ഷം കോടിയാണ് പ്രവാസികളിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മൾ എന്താണ് അവർക്ക് തിരിച്ചു നൽകുന്നത്? എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലാണ് വിമാന നിരക്ക് കൂടുതൽ. 41% വർധന. ഗൾഫ് മേഖലയിലെ അനിയന്ത്രിതമായ വിമാന നിരക്കിനെ കുറിച്ച് അടിയന്തരമായി അന്വേഷണം നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ഷാഫിയെ പിന്തുണച്ച് NK പ്രേമചന്ദ്രനും ആവശ്യപ്പെട്ടു. നന്ദി.